F-35B stealth fighter jet ചരക്കു വിമാനത്തിൽ തിരികെ നാട്ടിലേക്ക്. $100 മില്യൺ അധികം വിലമതിക്കുന്ന F-35B വിമാനം കഴിഞ്ഞ 19 ദിവസമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. ചൈനയുമായുള്ള സംഘർഷങ്ങൾ നേരിടുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഇന്തോ പസഫിക്കിലേക്കുള്ള ഒരു പ്രധാന ബ്രിട്ടീഷ് നാവിക വിന്യാസമായ ഓപ്പറേഷൻ ഹൈമാസ്റ്റിൽ പങ്കെടുക്കുകയായിരുന്നു. അതിനിടെയാണ് തകരാർ ഉണ്ടാകുന്നതും തിരുവനന്തപുരത്ത് ഈ വിമാനം ഇറക്കുന്നതും. എന്തായാലും ഇപ്പോൾ വിമാനം ചിറകുകൾ അഴിച്ച് കെട്ടിവലിച്ചു കൊണ്ടുപോവേണ്ട അവസ്ഥയാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് F-35B സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് അപ്രതീക്ഷിതമായി ലാൻഡിംഗ് നടത്തി 19 ദിവസങ്ങൾക്ക് ശേഷവും ഫീൽഡ് അറ്റകുറ്റപ്പണികൾ ഇതുവരെ വിജയിച്ചിട്ടില്ല. ഇതിനാൽ യുണൈറ്റഡ് കിങ്ഡം ഇപ്പോൾ C-17 ഗ്ലോബസ്റ്റർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൽ ജെറ്റ് എയർലിഫ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ്. ഇത് അതിന്റെ ക്ലാസിലെ ഒരു ഫൈറ്ററിന് അപൂർവമായ നീക്കമാണ്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച 5ാം തലമുറ വിമാനത്തിന്റെ ഒരു ഷോർട്ട് ടേക്ക് ഓഫ് ലംബ ലാൻഡിംഗ് വകഭേദമായ F-35B നിലവിൽ ഇന്തോ പസഫിക്കിൽ വിന്യസിച്ചിരിക്കുന്ന റോയൽ നേവിയുടെ ഫ്ളാഗ്ഷിപ്പ് വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസിലേക്ക് മടങ്ങാൻ സാധിക്കാതെ വിമാനത്താവളത്തിൽ തമ്പടിക്കുകയായിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ UK-യുമായുള്ള സംയുക്ത സൈനിക പദ്ധതികളുടെ ഭാഗമാണ് ജെറ്റ്. ഇന്തോ പസഫിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന UK-യുടെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായാണ് ഷോർട്ട് ടേക്ക് ഓഫ് നടന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് F-35B. ലോക്ഹീഡ് മാർട്ടിൻ രൂപകൽപ്പന ചെയ്ത ജെറ്റിന് ഒന്നിലധികം രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ട്. ഏകദേശം 1.5 ലക്ഷം കോടി രൂപയിലേറെ ചിലവ് വരുന്ന യുദ്ധവിമാനമാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ. F-35ന്റെ നൂതന സെൻസർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യ ശ്രദ്ധേയമാണ്. വിമാനത്തിന്റെ ചെലവ് ഭീമമാണെങ്കിലും ആവർത്തിച്ചുള്ള സാങ്കേതിക തകരാറുകൾ നിരവധി തവണ ചർച്ചയായിട്ടുണ്ട്. വിമാനം നിരന്തരമായ പരിശോധനയ്ക്ക് വിധേയമായതാണ്. F-35B അതിന്റെ ലിഫ്റ്റ് പാൻ സിസ്റ്റവുമായും ലാൻഡിംഗ് മെക്കാനിസവുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ നേരിടാറുണ്ട് എന്നതാണ് ഏറ്റവും കൗതുകകരം. F-35 ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിന്റെ ചിലവിന് പിന്നിൽ അതിന്റെ വികസന പ്രവർത്തനങ്ങൾ, ഉൽപാദനം, അറ്റകുറ്റപ്പണി എന്നിവയെല്ലാം ഉണ്ട്. F-35A സീരീസിലെ ഓരോ ജെറ്റിനും ഏകദേശം $690 കോടി ചിലവുണ്ടെന്നാണ് സൂചന. സ്റ്റാൻഡേർഡ് പതിപ്പിന് 992 കോടി രൂപയിലേറെ വിലയുണ്ട്. ലോകത്തെ ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത F-35. രഹസ്യമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കാരണം മറ്റു യുദ്ധവിമാനങ്ങളെക്കാൾ പോരാട്ടശേഷി കൂടിയവയാണ് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ. അമേരിക്കയുടെ തന്നെ F-22 റാപ്റ്റർ, റഷ്യയുടെ Su-57, ചൈനയുടെ ചെങ്ഡു J-20, ഷെൻയാങ് J-35, തുർക്കിയുടെ TFX ഖാൻ എന്നിവയാണ് ഈ ഗണത്തിൽപ്പെടുന്ന മറ്റ് യുദ്ധവിമാനങ്ങൾ. തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതമായ ബ്രിട്ടീഷ് യുദ്ധവിമാനം ബ്രിട്ടീഷ് മാധ്യമങ്ങളിലും ചർച്ചയായിരുന്നു. £80 ബില്യൺ വിലയുള്ള റോയൽ നേവിയുടെ അത്യാധുനിക വിമാനം കഴിഞ്ഞ 19 ദിവസമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുകയാണ്. കേരള തീരത്തു നിന്നും 100 നോട്ടിക്കൽ മൈൽ ദൂരെയായി പറക്കുന്നതിനിടെ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള F-35B വിമാനം മോശം കാലാവസ്ഥയിൽ പെടുകയായിരുന്നു എന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങളിലെ റിപ്പോർട്ട്. തുടർന്ന് വിമാനത്തിന് വിമാനവാഹിനി കപ്പലിലേക്ക് മടങ്ങാൻ സാധിക്കാതെ വരികയായിരുന്നു. അതോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ അനുമതിക്കായി അപേക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂൺ 14-നാണ് സംഭവം നടന്നത്. വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ ചോരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ വിമാനം ഹാങ്കറിലേക്ക് നീക്കാനും റോയൽ നേവി വിസമ്മതിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ എത്തിയ HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നായിരുന്നു ഈ വിമാനം പറന്നുയർന്നത്. ഇക്കാര്യം ഇന്ത്യൻ എയർഫോഴ്സും സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യൻ വ്യോമ പ്രതിരോധ മേഖലയ്ക്ക് പുറത്തു പറക്കുമ്പോഴായിരുന്നു പ്രതികൂല കാലാവസ്ഥയിൽ പെടുന്നതും അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നതും. സാങ്കേതിക തകരാറുകൾ മൂലമാണ് വിമാനം തിരുവനന്തപുരത്ത് തുടർന്നത്. തകരാർ പരിഹരിക്കാനായി യുദ്ധക്കപ്പലിൽ നിന്നെത്തിയ വിദഗ്ധരും പൈലറ്റും നേരത്തെ തിരിച്ചുപോയിരുന്നു. അമേരിക്കൻ നിർമ്മിത F-35B ലോകത്തെ ഏറ്റവും ചിലവേറിയ യുദ്ധവിമാനമാണ്. സാങ്കേതിക വിദ്യ ഒരിക്കലും മറ്റാരും പരിശോധിക്കാതിരിക്കാനാണ് ഹാങ്ങർ സ്ഥലം അനുവദിക്കാനുള്ള എയർ ഇന്ത്യയുടെ വാഗ്ദാനം റോയൽ നേവി നേരത്തെ നിരസിച്ചത് എന്നും വൃത്തങ്ങൾ പ്രതികരിച്ചിരുന്നു. 2 ആഴ്ച മുൻപാണ് F-35B തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയത്. എന്തായാലും രഹസ്യങ്ങൾ ചോരാതിരിക്കാൻ വളരെ കർശനമായ നിരീക്ഷണ ഉദ്യോഗസ്ഥരുമൊക്കെ ബ്രിട്ടനിൽ നിന്ന് വിമാനത്തിന്റെ ഒപ്പം വന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇതിന്റെ അടുത്ത് നിന്ന് മാറാതെ നിന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ വിമാനവുമായി ബന്ധപ്പെട്ട് രസകരമായ നിരവധി പോസ്റ്റുകൾ കേരളത്തിലുള്ള വിദ്വാൻമാർ ഇട്ടിരുന്നു. ഈ വിമാനം വിൽപ്പനയ്ക്കാണ്, ഈ വിമാനത്തിന് മടങ്ങിപ്പോകാൻ താല്പര്യമില്ല, കേരളത്തിൽ വന്നാൽ എല്ലാവരും ഇങ്ങനെയാണ് എന്ന മട്ടിലുള്ള പ്രചരണങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്തായാലും F-35B ഇപ്പോൾ മര്യാദയ്ക്ക് മടങ്ങിപ്പോവുകയല്ല. ചിറകുകളെല്ലാം അഴിച്ചുവെച്ച് ഒരു ചരക്ക് വിമാനത്തിൽ മടങ്ങിപ്പോകേണ്ട ഗതികേടാണ് ലോകത്തെ ഏറ്റവും അത്യന്താധുനിക വിമാനവും ചെലവേറിയ വിമാനവുമായ F-35Bക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർബൺസ്.